ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഒരുപാട് നാളായിട്ട് ഞങ്ങൾ സ്വപ്നം കണ്ടുപോയ ചരിത്രമുറങ്ങുന്ന തുർക്കിയിലേക്ക് ഒരു യാത്ര, സ്വപ്നതുല്യമായ ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ ഇസ്താംബുളിലെത്തി. സോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു കുഞ്ഞ് റൂം. യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും വേഗം തന്നെ ഉറങ്ങി. നാളെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതാണ്. അതൊക്കെ മനസ്സിലുറപ്പിച്ച് ഞങ്ങൾ ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനുമായി ഹോട്ടലിലെ ലോബിയിലേക്ക് നടന്നു. ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. സോ അതിൽ പരിചയമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ തെരുവിലൂടെ നടക്കാൻ തുടങ്ങി. ഇവിടെ ഹോട്ടലിലെ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്താണ് ബ്ലൂ മോസ്ക് എന്ന്. സോ ഞങ്ങൾ അതും ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങി. നല്ല കല്ല് വിരിച്ച പാതകൾ. അങ്ങനെ മോസ്കിനോട് അടുത്തെത്താറായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 1609 1617 ഇടയിൽ അഹമ്മദ് ഒന്നാമൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഓട്ടോമൻ വാസ്തുവിദ്യയുടെ ഒരു മാർവൽ തന്നെ ഈ മോസ്കിനെ നമുക്ക് പറയാം. ഇതിന് മുൻവശത്തായിട്ട് വലിയ ഒരു മിറ്റവും 6 മിനാരങ്ങളും നമുക്ക് കാണാം. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ മോസ്ക്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഈ മോസ്ക് ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ബ്ലൂ മോസ്കിൻ്റെ നേരെ എതിർവശത്താണ് ലോക പ്രശസ്തമായിട്ടുള്ള ആഗിയ സോഫിയ നിലകൊള്ളുന്നത്. AD 537 ജസ്റ്റിനിയൻ ഒന്നാമൻ ചക്രവർത്തിയുടെ കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യം ഇതൊരു കത്തീഡ്രലായിരുന്നു. പിന്നീട് കോൺസ്റ്റന്റിനോപ്പിൾ അവിടെ കീഴടക്കിയോടുകൂടി ഒരു മോസ്കായിട്ട് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ മോസ്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തെരുവിലേക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള തുർക്കിഷ് ഐസ്ക്രീം വിൽക്കണ കാഴ്ച ഞങ്ങൾ കണ്ടു. ടൂറിസ്റ്റുകൾ അത് വാങ്ങി എൻജോയ് ചെയ്ത് കഴിക്കണതും. അങ്ങനെ ഇസ്താംബുളിലെ കുറേ കാഴ്ചകളിലൂടെ നടന്നു. അങ്ങനെ ചെന്നപ്പോൾ ഒരു തെരുവിലെത്തിയപ്പോൾ അതിൽ കൂടെ ട്രാംസ് ഓടുന്നത് കണ്ടു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രാമ്പ് കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ കാഴ്ചകൾ കണ്ടു. ഈ തിരക്കേറിയ സിറ്റിയുടെ ഉള്ളിൽ കൂടെ ട്രാംസ് തലങ്ങും വിലങ്ങും പോണ കാഴ്ച കണ്ടു. പിന്നീട് ഞങ്ങൾ അവിടുത്തെ ഫേമസ് സ്പൈസ് മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ലോകത്തുള്ള ഒരുപാട് സ്പൈസുകളും അവിടുത്തെ തനതായ സ്പൈസുകളും വിൽക്കാൻ വെച്ചേക്കണ കണ്ടു. ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ സ്പോട്ട് തന്നെയാണ് ഈ പറഞ്ഞ സ്പൈസ് മാർക്കറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻസിനെ കാണുമ്പോൾ ചിലർ ഷാറൂഖ് ഖാൻ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർക്ക് ബോളിവുഡ് സിനിമ ഒക്കെയാണ് ഓർമ്മ വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കണ ഒരു കാഴ്ച കണ്ടു. സോ അവിടെ പ്രാവുകൾക്ക് നമുക്ക് അവിടെ പൈസ പേ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ കിട്ടും. അത് നമുക്ക് ആ പ്രാവുകളെ ഫീൽ ചെയ്യും. അങ്ങനെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് അടുത്ത ഞങ്ങളുടെ പ്ലാൻ ബോസ്ഫറസ് കനാലിലൂടെ ഒരു ക്രൂയിസ് യാത്ര. യൂറോപ്പിനെയും ഏഷ്യേനെയും വേർതിരിക്കണ ഒരു കടലിടുക്കാണ് ബോസ്ഫറസ്. സോ അതിലൂടെ ഒരു യാത്ര ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ തുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏഷ്യൻ സൈഡുണ്ട്, യൂറോപ്യൻ സൈഡുണ്ട്. സോ അതിനെ വേർതിരിച്ച് ഒഴുകണ ഒരു കടലിടുക്കാണ് ബോസ്ഫറസ് എന്ന് പറയുന്നത്. സോ അതിലൂടെ ഒരു ക്രൂയിസ് യാത്ര. അങ്ങനെ ക്രൂയിസിലൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ അപ്പുറത്തെ കരയിലെത്തി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് ഫിഷ് ചെയ്യാൻ നിൽക്കണതാണ് ഞങ്ങൾ കണ്ടത്. അവരിവിടെ കണ്ടിന്യൂസ് ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. സോ അതിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് കണ്ടപ്പോൾ ഒരു ചേട്ടൻ ഫിഷ് പിടിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ആ കാഴ്ചകളും കണ്ട് ആ ഒരു സന്ധ്യ മയങ്ങണതും ആസ്വദിച്ച് ഞങ്ങൾ ആ തീരത്തിരുന്നു.